അയോധ്യ ക്ഷേത്ര ട്രസ്റ്റിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ഗുരുതരമായ ക്രമക്കേട് ആരോപണങ്ങളിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുലർത്തുന്ന മൗനം ഇന്ത്യ സഖ്യത്തിനുള്ളിൽ വലിയ അതൃപ്തിക്ക് വഴിവെച്ചിരിക്കുകയാണ്. അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളിലെ പ്രമുഖ നേതാക്കൾ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുകളുമായി രംഗത്ത് വരുമ്പോഴും വിദേശ പര്യടനത്തിലുള്ള പ്രതിപക്ഷ നേതാവ് ഇതുവരെ പ്രതികരിക്കാത്തത് മുന്നണിക്കുള്ളിൽ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ഈ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഘടനാപരമായ വശങ്ങളിലേക്ക് കടക്കുമ്പോൾ തിങ്കളാഴ്ച സമർപ്പിക്കാനിരുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് അതീവ നിർണായകമാണ്. ട്രസ്റ്റിന്റെ സാമ്പത്തിക അക്കൗണ്ടുകൾ പരിശോധിച്ച അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇഡി അന്വേഷണം വേണമോ എന്ന് തീരുമാനിക്കുക. ചമ്പത് റായിക്കെതിരെ കേസെടുക്കുന്നതിലും ഈ റിപ്പോർട്ട് വഴിത്തിരിവാകും. ഭരണപരമായ സുതാര്യതയുടെ കാഴ്ചപ്പാട് കോടിക്കണക്കിന് ജനങ്ങളുടെ സംഭാവനകൾ ഉൾപ്പെട്ട ഒരു പൊതു ട്രസ്റ്റിന്റെ സുതാര്യത ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിന്റെ ചുമതലയാണ്. കേവലം കക്ഷി രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം നമ്മൾ പരിശോധിക്കേണ്ടത് സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വത്തെയും ജനാധിപത്യ മൂല്യങ്ങളെയുമാണ്. പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്നത് ഭരണകൂടത്തിന്റെ വീഴ്ചകളെ പാർലമെന്ററി ചട്ടക്കൂടുകൾക്ക് നിർത്തി വിട്ടുവീഴ്ചയില്ലാതെ ചോദ്യം ചെയ്യുക എന്നതാണ്. ഉത്തരവാദിത്വമുള്ള പൗരന്മാർ എന്ന നിലയിൽ ഇത്തരം രാഷ്ട്രീയ മാറ്റങ്ങളും ഭരണപരമായ നയരൂപീകരണങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ തന്ത്രപരമായ മൗനത്തെയും വരാനിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിനെയും നിങ്ങൾ എങ്ങനെ വീക്ഷിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യുക. അതോടൊപ്പം ചർച്ചകൾക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക.